ನಮಸ್ತೆ ಪ್ರಿಯ ಪ್ರೇಕ್ಷಕ ಅದು ಶ್ರೀಮದ ಮೇಲ್ಪತ್ತೂರು ನಾರಾಯಣ ಭಟ್ಟಪಾದೇನ ವಿರಚಿತಾದ ಶ್ರೀಮನ್ನಾರಾಯಣೀಯಾತ್ ನರಸಿಂಹಾವತಾರಮಿತಿ ಪಂಚವಿಂಶತಿತಮ ದಶಕಾತ್ ಸಮುದ್ರತಃ ಪಂಚಮಃ ಶ್ಲೋಕಃ ಅಹಮತ್ರ ಪಠಾಮಿ. ನೂನಂ ವಿಷ್ಣುರಯಂ ನಿಹನ್ಮ್ಯಮುಮಿತಿ ಭ್ರಾಮ್ಯದ್ಗದಾಭೀಷಣಂ ದೈತ್ಯೇಂದ್ರಂ ಸಮುಭಾದ್ರವಂದಮಧೃತಾಃ ദോർഭ്യാം പൃഥുഭ്യാമമും വീരോ നിർഗളിതോധ ഖഡ്ഗഫലഗൗ ഗൃണ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനരാപപാദ ഭുവനഗ്രാസോദ്യതം ത്വാമഹോ. അടുത്തതായി ശ്ലോകത്തിൻ്റെ പദച്ഛേദം ശ്രദ്ധിക്കുക. നൂനം വിഷ്ണു അയം നിഹന്മി അമും ഇതി ഭ്രാമ്യത് ഗദാഭീഷണം ദൈത്യേന്ദ്രം സമുപാദ്രവന്തം അധൃതാഹ ദോർഭ്യാം പൃഥുഭ്യാം അമും വീരഃ നിർഗളിതഃ അഥ ഖഡ്ഗഫലഗൗ ഗൃണ്ണൻ വിചിത്ര ശ്രമാൻ വ്യാവൃണ്ണൻ പുനഃ ആപപാദ ഭുവനഗ്രാസോദ്യതം ത്വാം അഹോ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ അന്വയം ശ്രദ്ധിക്കുക. അയം നൂനം വിഷ്ണു അമും നിഹന്മി ഇതി ഭ്രാമ്യത് ഗദാഭീഷണം സമുപാദ്രവന്തം ദൈത്യേന്ദ്രം അമും പൃഥുഭ്യാം ദോർഭ്യാം അധൃതാഹ അഥ വീരഃ നിർഗളിതഃ ഖഡ്ഗഫലഗൗ ഗൃണ്ണൻ വിചിത്രശ്രമാൻ വ്യാവൃണ്വൻ പുനഃ ഭുവനഗ്രാസോദ്യതം ത്വാം അഹോ ആപപാദ. ഇനി പ്രസ്തുത ശ്ലോകത്തിൻ്റെ സാരാംശം ശ്രദ്ധിക്കുക. നരസിംഹരൂപത്തെ കണ്ട് ഒരു നിമിഷം പകച്ചുപോയ ഹിരണ്യകശിപു ഉടൻ തന്നെ ഇവൻ വിഷ്ണുവാണ്, ഇതാ ഞാനിവനെ കൊല്ലാൻ പോകുന്നെന്ന് ആക്രോശിച്ചുകൊണ്ട് തൻ്റെ ഗദയുമായി നരസിംഹരൂപധാരിണിയായ ഭഗവാന്റെ അടുത്ത് ആക്രോശിച്ച് പാഞ്ഞു ചെന്നു. ഭഗവാനാകട്ടെ തൻ്റെ നീണ്ടുതടിച്ച കരതലങ്ങളാൽ അവനെ പിടികൂടുകയും ചെയ്തു. അങ്ങയുടെ കരങ്ങളിൽ നിന്നും പിടുത്തം വിടുവിച്ച് ചാടിയിട്ട് തൻ്റെ വാളും പരിചയമെടുത്ത് അഭ്യാസ പ്രദർശനം നടത്തി ലോകമാകെ വിഴുങ്ങുവാനായി നിൽക്കുന്ന ഭഗവാന്റെ നേരെ ചാടി വീഴുകയും ചെയ്തു. അഹോ, ആശ്ചര്യം തന്നെ എന്ന് ശ്ലോകത്തിൻ്റെ സാരാംശം. നമസ്തേ.